ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൈറ ഷെഫ് ലൈഫ്. ഇതിപ്പോൾ കുറേ ആയി വീഡിയോ ഇല്ലാത്തത്. ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം ആവാനായി. ജോയിൻ ചെയ്തതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നാണ് ഒരു പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് തിരക്കൊക്കെ കഴിഞ്ഞ് ഷോർ ലീവിന് പുറത്തിറങ്ങാൻ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻറ്റും പിന്നെ നമ്മുടെ സെക്കൻഡ് ഹൗസറും കൂടി നമ്മളിപ്പോൾ മെൽബൺ ഓസ്ട്രേലിയയാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഈവനിങ്ങിൽ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ 3 പേരും അപ്പോൾ അവിടെ സീമാൻസ് ക്ലബിൻ്റെ ടാക്സി വരും. ഒരു ഫ്രീ സർവീസാണ്. നമ്മളെ സീമാൻസിൻ്റെ ഒരു ക്ലബ്ബ് ഉണ്ട് അവിടെ. അതും അവിടെയൊക്കെ ഫ്രീ ആണ് സർവീസ്. അവിടെ പോവാം. അവർ നൈറ്റ് തിരിച്ച് രാത്രിയും 10 മണി വരെ തിരിച്ച് സർവീസ് ഉണ്ട് ടാക്സീൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ യാത്ര പോയി. അവിടെ നമ്മൾ സീമാൻസ് ക്ലബ്ബിലും സ്പെൻഡ് ചെയ്യാം. പിന്നെ അത് കൂടാതെ ഇപ്പോൾ നമ്മൾ പോകുന്ന മെൽബൺ സിറ്റിയിൽ തന്നെയാണ് സീമാൻസ് ക്ലബ്ബ് ഉള്ളത്. പിന്നെ അവിടെ ചുറ്റും കറങ്ങി നടക്കാനും പിന്നെ ഷോപ്പിംഗ് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഒന്നവിടെ പോയി കറങ്ങി ഫുഡൊക്കെ കഴിച്ചു വരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഒരു 5-10 മിനിറ്റിൻ്റെ യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് സീമെൻസ് ക്ലബ്ബിൽ എത്തിയതാണ്, നമ്മളെ മെൽബണിലുള്ള സീമെൻസ് ക്ലബ്ബ്. ഇവിടെ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഗെയിംസൊക്കെ കളിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. നമ്മൾ പക്ഷേ അധികം സമയം ഇവിടെ ചിലവഴിച്ചില്ല. ഇവിടെ നിന്ന് നമ്മളെ US ഡോളർ കൊടുത്ത് ഓസ്ട്രേലിയൻ ഡോളർ ചേഞ്ച് ചെയ്ത് പുറത്ത് പോയി. പുറത്ത് ഷോപ്പിങ്ങും പുറത്തെ ഫുഡൊക്കെ കഴിക്കാമെന്നില്ല പ്ലാനിലാണെന്നുള്ളത്. ഇവിടെ പിന്നെ നമുക്കെപ്പോൾ വേണമെങ്കിൽ വരാം. പിന്നെ തിരിച്ച് പോകേണ്ട ടാക്സി നമുക്ക് ഫ്രീ സർവീസ് ഉള്ളത് ഇവിടെ തന്നെയാണ്. അത് രാത്രി 10 മണി വരെ ഉണ്ട് ഫ്രീ സർവീസ്. ഇൻ കേസ് എല്ലാം നമുക്കുണ്ടത് പുറത്തുനിന്ന് പിടിക്കാം. ഇത് അവിടെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ശരവണ ഭവൻ ഒരു ഹോട്ടലുണ്ട്, വെജിറ്റേറിയൻ ഹോട്ടൽ. അതിൽ അല്ല പെട്ടെന്ന് കാണുമ്പോൾ മെൽബണിൽ പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. ഇനിയിപ്പോൾ എന്തായാലും 9 മാസം ഉണ്ട്. പക്ഷേ ഇപ്പോഴേ ഷോപ്പിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും അത്യാവശ്യമാണ് സാധനങ്ങൾ ഷോപ്പ് ചെയ്തു. പിന്നൊന്ന് അവിടെ കറങ്ങി. അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ട്രെയിൻ സർവീസ് ഉണ്ട്. അത് ചെറിയ അടുത്തടുത്ത സ്റ്റോപ്പുകളിലേക്ക് പോകുന്നത് അതപ്പോൾ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൂടെ ഉള്ള സെക്കൻഡ് ഹൗസറിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഇവിടെ മെൽബണിൽ സെറ്റിൽഡാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇവിടെ ഒരു പബ്ബിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ ഒരു സ്പോർട്സ് പബ്ബ്. അത്യാവശ്യം നല്ല ക്രൗഡുള്ള ഒരു പബ്ബാണ്. ഇതിവിടെയൊക്കെ കണ്ട റോഡ് സൈഡിലും പബ്ലിക്കായിട്ട് അവർ എൻജോയ് ചെയ്യാണ്. ഇത് ഡ്രിങ്ക്സ് ആയാലും ഒരു ഇതില്ലാതെ സ്റ്റാൻഡേർഡായിട്ട് അവർ ആ ഒരു ഈവനിങ് റിലാക്സ് ചെയ്യാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. ഞാനവരും കൂടി സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങി. അവർ ബിയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഇവിടെ അറിയാലോ, മെൽബണിലാണെങ്കിൽ അല്ല പുറത്ത് ഫോറിൻ കൺട്രീസ് ആണെങ്കിൽ അവർക്ക് റിലാക്സേഷൻ എന്ന പോലെയാണ് ഡ്രിങ്ക്സ് കഴിക്കുക. അല്ലാതെ അവർ ഓവറാക്കി ചളാക്കലില്ല. അങ്ങനെ നമ്മൾ ഡ്രിങ്ക്സ് കഴിച്ചു. പിന്നെ അപ്പോൾ ആ ഡ്രിങ്ക്സ് കഴിക്കുന്നതിനിടയ്ക്ക് നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഒരു ഫിഷ് മറ്റേ പൊട്ടറ്റോ ഫ്രൈസ് അത് വന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതും വന്നു സ്റ്റാർട്ടർ എന്ന രീതിയിൽ. അപ്പോൾ പിന്നെ കുറച്ച് സമയം അവർക്ക് ഏതായാലും ഡ്രിങ്ക്സ് കഴിക്കാൻ ടൈമും വേണം, നമുക്ക് സ്നാക്സും കഴിച്ചിരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ നമ്മളെ ഏരിയ ഒന്ന് ചേഞ്ച് ചെയ്തു. അകത്ത് കുറച്ചും കൂടി ഭയങ്കര സ്പേഷ്യസ് ആയിട്ടും നല്ല
ഭംഗിയുള്ളൊരു ഹാളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഫുഡ് അവിടെ അവർ സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് അവിടെ നമ്മളെ ബിയറൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ബാരലില്ലേ, അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ രൂപവും അതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ അകത്ത് കാണാനും ലൈറ്റ് മ്യൂസിക്കൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു സംഭവം. ഫുഡ് ഓർഡർ ചെയ്തു, അതിന് വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അധികം ടൈമൊന്നും എടുത്തില്ല, ഫുഡ് വന്നു. അമ്മ ലാമ്പും പിന്നെ ബീഫും അങ്ങനെ 3 തരം മെയിൻ കോഴ്സാണ് ഓർഡർ ചെയ്തത്. ഓൾറെഡി സ്റ്റാർട്ടേഴ്സ് കഴിച്ചിട്ടാകുമ്പോൾ തന്നെ വയറ് നിറയും. ഇത് പിന്നെ എല്ലാം ഓവറായിട്ട് കുക്ക് ചെയ്യുന്നതല്ല, മീഡിയം കുക്കിംഗാണ്. ഇത് മീറ്റായാലും നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ മീറ്റൊക്കെ ഓവർ കുക്ക് ചെയ്താൽ ഹാർഡായി പോകും. അതാ ഒരു റെഡിഷ് കളർ കാണുന്നുണ്ട്. ആ ഒരു മീഡിയം ഇതിൽ കുക്ക് ചെയ്തതാണ്. നല്ല ചുയ്യായിരുന്നു, ജ്യൂസി ആയിരുന്നു. ഇത് ബീഫാണ്. അവിടെ അടുത്ത സ്ലൈസ് കാണുന്നത് അത് ലാമ്പ് മട്ടനാണ്. പിന്നെ ഒരു ബീഫ് സ്റ്റീക്കും വാങ്ങി. അങ്ങനെ അത് നമ്മൾ ഷെയർ ഇട്ട് കഴിച്ച് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതാണ് സെക്കൻഡ് ഹൗസറോട് ഫാമിലി ഫ്രണ്ട്. അങ്ങനെ അവർ നമുക്ക് തിരിച്ച് ഊബർ ടാക്സി പിടിച്ച് നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് എത്തി. ഇതാണ് ഷിപ്പ്. ഇതാണ് നമ്മളെ ഗ്യാങ് വേ, അതായത് സ്റ്റെപ്പ് മുകളിലോട്ട് കയറേണ്ട ഫുൾ ലെങ്ത്ത്. ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ മൊത്തമായിട്ട് കാണിച്ചു തരാം ഷിപ്പിൻ്റെത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഷിപ്പിലോട്ട് കയറി. ഇതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ജസ്റ്റ് ഇന്നൊരു ദിവസം ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇനി അടുത്ത വരും ദിവസങ്ങളിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.